ഈയിടെ അവനവന് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യടേ. ഈ ആൾക്കാർ മുമ്പ് ഗോഷ്ഠി കാണിക്കണമല്ല ഈ കലാപരിപാടി. അതിന് ജന്മാവസന വേണം, ജനുസ് വേണം, ദൈവകടാക്ഷം വേണം. കുറഞ്ഞ വശം നല്ല കുടുംബത്തിലെങ്കിലും ജനിച്ചിരിക്കണം. ഞാൻ സദാ കൂടെ ഉണ്ട് സാർ. അതുകൊണ്ടാണ് പറഞ്ഞത് നല്ല കുടുംബത്തിൽ ജനിച്ചിരിക്കണമെന്ന്. അതിപ്പോൾ നിനക്കൊക്കെ പറ്റിയത് ഈ സ്റ്റേജിൽ ഗുരുത്വര കെട്ടാനാ, പേപ്പർ ഒട്ടിക്കാനാ, കർട്ടൻ മതിക്കാനൊക്കെ പറഞ്ഞിട്ടുള്ളൂ കേട്ടാ. ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യ്. പോ ഇല്ലേ സാർ പോളെ എവിടെ എടുത്താൽ വേണ്ടി. സാർ എന്തേ സമ്മതിച്ചു സാർ. ഈ കോളേജിൽ പരിപാടി അവതരിപ്പിക്കാനുള്ള യോഗ്യത ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് ഗസറ്റ് റാങ്കുള്ള അമ്മയില്ല, അച്ഛനില്ല, പണമില്ല, പ്രതാപമില്ല, ജെൻസില്ല. പക്ഷെ സാർ ഒരു കാര്യം ആലോചിക്കണം. ലോകത്ത് വലിയ വലിയ കലാകാരായി മാറിയവരൊക്കെ കുപ്പത്തൊട്ടിൽ നിന്ന് വന്നവരാണ് സാർ. ഈ കോളേജ് മുഴുവൻ പരിപാടിയുടെ പേരിൽ നമ്മൾ ഉപേക്ഷിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എൻ്റെ പ്രിൻസിപ്പൾ എൻ്റെ കൂടെ കാണുന്നു. അതുണ്ടായില്ലല്ലോ സാർ. പാവപ്പെട്ടവൻ്റെ കല ഇവിടെ ആർക്കും വേണ്ടല്ലേ സാർ? പാവപ്പെട്ടവൻ്റെ കല പട്ടിക്കൊന്നും കാണണ്ടല്ലേ സാർ? ഞാൻ പറഞ്ഞ നീ വേണ്ട സാർ, വേണ്ട സാറേ. സാറൊന്നും പറയണ്ട. എന്തറിയാം, നമ്മളെ ദൈവം ഉണ്ടല്ലോ, ദൈവമാണ് ഇപ്പോൾ കൈവിട്ടത്. ഇനി ആരുണ്ട് സാർ? നിങ്ങളുടെ സമ്പന്നന്മാരെല്ലാം കൂടെ ആഘോഷിക്കും സാർ, ആഘോഷിക്കണം. നമ്മൾ പാവപ്പെട്ടവരുണ്ടല്ലോ, വേദനയാണ്. നീ എന്തിനാണ് ചുമ്മാ കരയല്ലേ? കാര്യം എന്തറിയാം, പാവപ്പെട്ടവൻ്റെ കണ്ണീര് ഇവിടെ ആർക്കും വേണ്ടറാ. നിന്റെ അമ്മ നിങ്ങൾ പരിപാടി അവതരിച്ചോ. ചെല്ലേ അവതരിപ്പിക്കേ ചെല്ലേ. വേണ്ട സാർ, ഞാനിനി എന്റെ കാലിൽ ചെലങ്കാണയില്ല. ഞങ്ങൾക്കുണ്ട് സാർ അഭിമാനം. നമ്മളില്ലേ സാർ? ഇല്ല. എടേ, നിങ്ങൾ ഈ മിമിക്രി നാടകം നൃത്തം എന്നൊക്കെ പറയാതെ വല്ല നല്ല വെറൈറ്റി പ്രോഗ്രാംസ് അവതരിപ്പിക്കണേ. നീ കരയല്ലേ? അതിനുള്ള അനുമതി ഞാൻ തന്നില്ലേ? ഇല്ല സാർ, പാവപ്പെട്ടവരെല്ലാവരും കൊന്നതാണ് സാർ. ചുമ്മാരി പാവപ്പെട്ട ഞങ്ങൾ വിട്ടേക്ക് സാറേ. പാവപ്പെട്ടല്ലേ സാർ? പരിപാടി ചെയ്യും, ഞാൻ പറഞ്ഞില്ലേ. പരിപാടി ചെയ്തോ? ചെയ്യട്ടെ സാർ. സമാനിപ്പിച്ച് കൊണ്ടുപോകാൻ ഞാൻ പറഞ്ഞല്ലോ ചെയ്യാൻ.